നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധമാണ്. ചിക്കൻ 1.5 കിലോ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചിക്കനാണെങ്കിൽ അധികം സമയമെടുക്കാതെ വേവുന്നതായിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് മിനിമം 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. അടുത്തത് പൊടിക്കാനുള്ള ഗരം മസാല എടുക്കാം. പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കസ്കസ്, തക്കോലം, ജാതിപത്രി, കുരുമുളക്, ഏലക്ക എന്നിവ കുറേശ്ശെ എടുത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. പെരുംജീരകം കുറച്ച് അധികം എടുക്കണം. ഇവിടെ 2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രഷായി പൊടിച്ചത് ഉപയോഗിക്കുമ്പോൾ കറിക്ക് നല്ല മണവും രുചിയും കൂടും. അടുത്തതായി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എന്നിവ തൊലി കളഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും 12 അല്ലി വീതം എടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ എടുക്കാം. എല്ലാം കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. നന്നായി ചൂടായാൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. തീ ചെറുതാക്കിയതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് മൊരിഞ്ഞ് വന്നാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാള എടുത്താൽ മതി. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കുറച്ച് സമയം വഴറ്റി കൊടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും ഇത് പാകമാക്കാൻ നല്ലത്. ഇപ്പോൾ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി 2 പഴുത്ത തക്കാളി കഴുകി അരിഞ്ഞത് ചേർക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയും അരിഞ്ഞത് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ച് ചേർത്താലും മതി. നല്ലതുപോലെ ഇത് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും
2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നു. അടുത്തത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം മാത്രം ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി പരുവത്തിൽ ആകുന്നത് വരെ ഒഴിക്കാം. നന്നായി ഇളക്കണം. ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം മാത്രം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറിയ ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. അല്ല വലുതാണെങ്കിൽ കുക്കറിൽ ഒരു വിസിലിട്ട് ഉടനെ ആവി കളഞ്ഞാൽ മതി. ഇനി ചിക്കൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഏകദേശം 15 മിനിറ്റ് വേവിക്കാം. ഇനി മൂടി തുറന്ന് നോക്കാം. വേവ് നോക്കി വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഗ്രേവി പാകത്തിന് കുറുകിയാൽ തീ ചെറുതാക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർക്കണം. ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. സാധാരണ മല്ലിയില പോലെ തന്നെ മണവും ടേസ്റ്റും ഇതിനുണ്ട്. ഇപ്പോൾ വെന്ത് പാകമായി. ഗ്രേവിയും കുറുകിയിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചൂടോടെ ചപ്പാത്തി, ചോറ്, അപ്പം എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.